എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൽ 83.7 അതുപോലെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ 80.7 മാർക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ 10th പ്രിലിംസ് എക്സാമിൻ്റെ സ്റ്റേജ് ഫസ്റ്റ് എക്സാം കഴിഞ്ഞു അല്ലേ? സെക്കൻഡ് സ്റ്റേജ് എക്സാം ക്യാൻസലായതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന പ്രിലിംസ് എക്സാമിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും അതുപോലെ ഈ 2 എക്സാം എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നും എന്നതിനെക്കുറിച്ചൊക്കെ പറയാനാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും, സ്കിപ്പ് ചെയ്ത് കാണണേ. സ്റ്റേജ് ഫസ്റ്റ് എക്സാമും അതുപോലെ സെക്കൻഡ് എക്സാമും ഞാൻ വീട്ടിൽ നിന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നിങ്ങളും എഴുതി നോക്കിയോ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൽ 83.7 അതുപോലെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ 80.7 മാർക്ക് കിട്ടിയത്. ഈ 2 എക്സാമും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങളൊക്കെ ആ മാർക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. പക്ഷേ ഈ 2 എക്സാമിലായിട്ട് ഓരോ ഭാഗങ്ങൾ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റേജിൽ എനിക്ക് തോന്നിയത് ജിയോഗ്രഫി ക്വസ്റ്റ്യൻ കുറച്ചധികം ടഫായിട്ട് തോന്നി. അതുപോലെ ബോംബെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെൻറ്റൻസ് ചോദിച്ചത്, അതൊക്കെ എന്നെ കുറച്ച് ബുദ്ധിമുട്ടിച്ച ചോദ്യങ്ങളാണ്. അപ്പം ഒട്ടും അറിഞ്ഞുകൂടാത്തത് ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുക ചെയ്തത്. നെഗറ്റീവ് വാങ്ങാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല, പരമാവധി കുറക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ, അത് പ്രത്യേകിച്ച് എടുത്ത് പറയാം. പിന്നെ പറയേണ്ടത്, സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ എനിക്ക് തോന്നിയത് നവോത്ഥാന നായകരെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ അവരുടെ കൃതികളുമായി ബന്ധപ്പെട്ടത് നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് നമുക്കത് അതിൽ നിന്നും ശരിയായത് എടുത്ത് എഴുതാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് കൃതികൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കൃതികളൊക്കെ ചോദിക്കുമ്പം നമ്മളിങ്ങനെ ഷോക്കായ പോലെ ആയി പോലെ. അപ്പം അങ്ങനെയായിരുന്നു. പക്ഷേങ്കിൽ അതിനകത്ത് തന്നെ ശരിയായത് ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉണ്ടാകുമ്പം നമ്മളെന്താ പറയുക, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതൂലേ. അപ്പോൾ അങ്ങനെയായിരുന്നു നവോത്ഥാനം എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മാത്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 2 സ്റ്റേജിലും മാത്സ് ഈസി ആയിരുന്നു, അത് ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 എക്സാമിലും മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ടഫല്ലേ എക്സാം എന്ന് വെച്ചാൽ കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുപോലെ കുറേ അധികം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അത് 2 എക്സാമിലും ഒരുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്, അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ, നിങ്ങളും ഇതുപോലെ ഈ 2 എക്സാമും എഴുതി നോക്കണം. എഴുതാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതി നോക്കണം. കാരണം എന്താ വെച്ചാൽ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ സ്ട്രോങ് പോയിൻ്റ് ഏതാണെന്നും അതുപോലെ വീക്ക് പോയിൻ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ വീക്കായത് ഏതാണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് പഠിക്കുക. ഓക്കെ, ഇനിയുള്ള ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാക്സിമം റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇപ്പോൾ ഒന്നും നോക്കാത്തവരാണെങ്കിൽ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം മാരത്തോൺ ക്ലാസ് കണ്ടുപോവുക. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഏകദേശം എല്ലാ ഭാഗവും നിങ്ങൾക്ക് ടച്ച് ചെയ്ത പോലെ തോന്നും. അതായത് സിലബസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ കുറച്ചെങ്കിലും അങ്ങ് എത്തും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫുള്ളായി പഠിച്ചെടുക്കാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എവിടെ നിന്നൊക്കെ മാരത്തോൺ ക്ലാസ് കിട്ടുമോ അതൊക്കെ എടുത്ത് കാണുക. അതുപോലെ മാക്സിമം PYQ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ, മന്ത്രിസഭ, തീം, അവാർഡുകൾ ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കണം. ഓക്കെ, മന്ത്രിസഭയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ LGS എക്സാമിനും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മന്ത്രിസഭയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഈ 2 എക്സാമിനും, അതായത് സ്റ്റേജ് ഫസ്റ്റിനും സെക്കൻഡിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, മുഴുവൻ അങ്ങ് പഠിച്ചേക്കണം. അതുപോലെ തീം, അവാർഡുകൾ, സാഹിത്യ അവാർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതും നല്ലോണം നോക്കാം. പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റേജ് ഫസ്റ്റ് എക്സാമിൻ്റെയും സെക്കൻഡ് എക്സാമിൻ്റെയും ഒക്കെ റിലേറ്റഡ് ഫാക്ട്സ് ഇല്ലേ, അതും നോക്കുക. അതൊക്കെ യൂട്യൂബ് ക്ലാസ്സിൽ അവൈലബിൾ ആണ്, അപ്പോൾ അത് കണ്ടാലും മതി. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കുറച്ച് പേര് എനിക്കറിയാം ഇന്നലത്തെ എക്സാമിൻ്റെ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടിട്ട് നല്ല വിഷമത്തിലായിരിക്കുന്നത്. ചിലപ്പോൾ നല്ല പ്രതീക്ഷയോടെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയവരായിരിക്കും കൂടുതലാളും അല്ലേ. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ തെറ്റുകൊണ്ടല്ലല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ നമ്മളിനി കൂടുതൽ വിഷമിച്ചിട്ടും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ലല്ലോ. എന്തായാലും വേറൊരു ദിവസം നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഏകദേശം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെയുള്ള മോഡൽ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ.
അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ. ഇനി കുറച്ചുകൂടി കൂടുതൽ ടൈം നിങ്ങൾക്ക് കിട്ടുകയല്ലേ ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷമിച്ചിരിക്കാണ്ട് കൂടുതൽ എക്സാമിന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. എക്സാം അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ഒന്നും ചെയ്യണ്ട കേട്ടോ. കാരണം നിങ്ങൾ പഠിച്ചത് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ടുള്ളൂ, അവർക്ക് എത്ര മാർക്ക് കിട്ടിയില്ല, അങ്ങനെയുള്ളൊരു കമ്പാരിസൺ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്കിപ്പം പരീക്ഷ എഴുതിയിട്ട് കിട്ടുന്ന മാർക്ക് എത്ര തന്നെയായാലും അത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമല്ലേ. അപ്പം മാക്സിമം അതുപോലെ മുന്നോട്ട് പോവാം. കൂടുതലൊന്നും ടെൻഷൻ അടിക്കാണ്ട് കൂളാക്കിയിട്ട് എക്സാം ഹാളിൽ പോയി ചെന്നിരുന്നിട്ട് പരീക്ഷ എഴുതാം. ഓക്കെ, ടെൻഷൻ അടിക്കാനേ പാടില്ല. ടെൻഷൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് ബാക്കിലോട്ടാക്കും. എന്താ പറയുക, നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ടെൻഷനാണ്. ഈ ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷേ അനാവശ്യമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുക, BP കൂട്ടുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫ്ലോപ്പാക്കി വെക്കുക എന്നൊക്കെ അല്ലാണ്ട് ടെൻഷനെ കൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല. അതെനിക്കും അറിയാം, ഈ കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.